ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി ഏറെക്കുറെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് സംശയങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താൻ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജാവോ പെഡ്രോയെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ ഫ്ലമംഗോയുടെ സ്ട്രൈക്കറായ പെഡ്രോയെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആൻഡ്രെ സാന്റോസ് മധ്യനിരയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയങ്ങൾ ബാക്കിയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം എസ്റ്റഡാവോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഡാനിലോ ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് മധ്യനിരയിൽ കളിക്കുന്ന ഡാനിലോ അല്ല, സീനിയർ താരമായ ഡാനിലോ അഥവാ വിങ് ബാക്ക് ആയിക്കൊണ്ട് കളിക്കുന്ന ഡാനിലോ ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഫ്ലമംഗോയുടെ താരമാണ് ഇദ്ദേഹം. സെന്റർ ബാക്ക് ആയിക്കൊണ്ടും വിങ് ബാക്ക് ആയിക്കൊണ്ടും ഡാനിലോയെ ഉപയോഗപ്പെടുത്താം. പക്ഷെ അദ്ദേഹത്തെ ഒരു സ്റ്റാർട്ടർ ആയിക്കൊണ്ടല്ല കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം ഉറപ്പില്ല. മറിച്ച് അദ്ദേഹത്തെ ഗ്രൂപ്പ് ലീഡർ കോട്ടയിലാണ് കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഈ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. 2022 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഡാനി ആൽവസ് ഉണ്ടായിരുന്നു. വളരെയധികം പ്രായമുള്ള ഒരു സമയത്താണ് ഡാനി ആൽവസ് ആ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയത്. സ്ഥിരമായിക്കൊണ്ട് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. പക്ഷെ ഒരു ഗ്രൂപ്പ് ലീഡർ കോട്ടയിലായിരുന്നു ഡാനി ആൽവസ് എത്തിയിരുന്നത്. ടീമിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെ ആവശ്യമാണ്. താരങ്ങളെ പ്രചോദിപ്പിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകാനും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ടീമിനകത്ത് ആവശ്യമാണ്. ആ കോട്ടയിലാണ് ഇത്തവണ ഡാനിലോയെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എസ്റ്റഡാവോ എന്ന മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. ഡാനിലോക്ക് അവസരങ്ങൾ ഉറപ്പില്ല. പക്ഷേ ടീമിനോടൊപ്പം അദ്ദേഹം തന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്താൻ ഉണ്ടാകും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.